Overseas Ministries. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് നൽകി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീമംഗങ്ങളെയും ദൈവം ധാരാളമായി മാനിച്ച് അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. വിശേഷാൽ ഈ ഗ്രൂപ്പിലുള്ള ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും ഉണ്ടാകുവാനിടയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നത് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. അതാണ് നമ്മെ വഴി നടത്തുന്നത്. തിരുവചനം പറയുന്നു, അവൻ്റെ ആലോചനകളാൽ അവൻ നമ്മെ വഴി നടത്തുന്നു എന്നാണ്. അവൻ്റെ ആലോചന തിരുവചനമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് പകൽ ദൈവം നമ്മെ തൻ്റെ ആലോചനയാൽ വഴി നടത്തി നമ്മെ മുമ്പോട്ട് നയിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത് 145 സങ്കീർത്തനം അതിൻ്റെ 17, 18, 19 വാക്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ദൈവം പ്രകാശിപ്പിച്ച് നൽകി തന്നിരിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമുക്ക് വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. 145 സങ്കീർത്തനം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നമ്മുടെ സകല അനുഗ്രഹങ്ങളുടെയും സോഴ്സ്, അവൻ്റെ ഉറവിടം എന്ന് നമുക്ക് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലുള്ള സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം എവിടെ നിന്നാണ്? ദൈവമാണ്. ദൈവത്തിൽ നിന്നാണ് സകല അനുഗ്രഹങ്ങളും തൻ്റെ ഭക്തന്മാർക്ക് പുറപ്പെടുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ എത്രമാത്രം അധ്വാനിച്ച് എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും ദൈവം തൃക്കൈ തുറന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത് പോലെ ഒന്നും ഒക്കത്തില്ല. മനുഷ്യൻ്റെ പരിശ്രമങ്ങളൊന്നും അതിനോട് ഒത്തുചേർന്ന് വരികയില്ലെന്ന് ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്ന വചനം, യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. ഇവിടെ കാണുന്നു നീതിമാനായ ദൈവം ദയാലുവും ആണ്. പിന്നെ കാണുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഈ ദൈവം സമീപസ്ഥനാണ്. നമ്മുടെ അടുക്കലിരിക്കുന്ന ദൈവമാണ്. പിന്നെ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആരാണ്? ഇതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ്? സകല ജീവികളും, പ്രപഞ്ചത്തിലുള്ള സകല ജീവനുള്ള സകലതും എവിടേക്കാണ് നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണും നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചെറിയ സിംഹക്കുട്ടികൾ പോലും ചില സമയത്ത് അതിനെ ഇരപിടിക്കാൻ കഴിയാതെ വിശന്നിരിക്കുന്ന സമയങ്ങൾ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും
തൻ്റെ ഭക്തന്മാരായിരിക്കുന്ന വ്യക്തികൾക്ക്, ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് എന്താ ദൈവം ചെയ്യുന്നത്? ഒരു നന്മയ്ക്കും മുടക്കമില്ലാതെ ദൈവം സകലതും കൃത്യസമയത്ത് അവരുടെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നാണ് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയും പറയുന്നു, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിങ്കിലേക്ക് നോക്കി കാത്തിരിക്കുകയാണ്. ആഹാരത്തിന് വേണ്ടി, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളിലും അത് നിവൃത്തീകരിക്കേണ്ടതിന് വേണ്ടി സകല കണ്ണും ദൈവത്തിങ്കിലേക്ക് നോക്കി കാത്തിരിക്കുകയാണ്. ദ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്, നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടം എവിടെയാണ്? അത് ദൈവത്തിന്റെ പക്കലാണ്. അവിടേക്കാണ് എല്ലാവരും നോക്കി കാത്തിരിക്കുന്നത് എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആഹാരം മാത്രമല്ല, തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരു നേരം പോലും നമ്മൾ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മൾ ആഹാരം വെടിഞ്ഞ് നമ്മൾ സ്വമേധ വേണ്ട എന്ന് വെച്ച് ചില ദിവസങ്ങളൊക്കെ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന നിമിഷങ്ങളല്ലാതെ മറ്റെല്ലാ സമയത്തും ദൈവം നമുക്ക് ഓരോ ദിവസവും വേണ്ട ആഹാരം നൽകി തരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആരും, ഒരു വിശ്വാസിയും വസ്ത്രം ഉടുക്കാതെ നടന്നിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വസ്ത്രം അവൻ നൽകി തരുന്നുണ്ട്. ആരും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും കടത്തിണ്ടകളിലോ വഴിയരികളിലോ മറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ദൈവം അത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേൽ ദൈവം തന്റെ പ്രവൃത്തി അയച്ച് അവരെ സംരക്ഷിക്കുന്നത് ദൈവമാണ് എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിന്റെ ഭക്തന്മാരായിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ മുടക്കം വരുത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? അവന്റെ സകല വഴികളിലും അവൻ നീതിമാനാണ്. അതോടൊപ്പം തന്നെ അവൻ എങ്ങനെയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്, അവൻ ദയാലുവുമാണ്. സകല പ്രവൃത്തികളിലും അവൻ ദയാലുവുമാണ്. അവൻ്റെ വഴികളിൽ അവൻ നീതിമാനാണ്, അവൻ്റെ പ്രവൃത്തികളിൽ അവൻ ദയാലുവാണ്. മനസ്സിലാക്കണം, നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കും, ന്യായം ചെയ്തവരെ അനുഗ്രഹിക്കും. അത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. ഒരു നീതിമാനായ ഒരു ജഡ്ജും ചെയ്യുന്നത് എന്താണ്? ഒരു കോടതിയിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവന്നു, അവനെ കുറ്റം ചുമത്തി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജഡ്ജ് പരിശോധിക്കുന്നത് ഇവൻ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതിനുള്ള ശിക്ഷ ജഡ്ജി കൊടുക്കുന്നു, ചെയ്തിട്ടില്ലെങ്കിൽ അവനെ വെറുതെ വിടുന്നു. എന്നാൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെയും ഇവൻ കുറ്റക്കാരനാണ്, അതുകൊണ്ട് ഞാൻ ഇവനെ വെറുതെ വിടുന്നു എന്ന് ഒരു കോടതിയും പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഒരു കുറ്റവാളിയെ അവൻ ജഡ്ജിയുടെ പരമാധികാരത്തിൽ അവനെ വെറുതെ വിട്ടിട്ടില്ല, അവന് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? അത് നീതിയാണ്. അത് നീതിയുടെ ഭാഗമായതുകൊണ്ടാണ് ജഡ്ജ് നീതിയോടെ ന്യായം വിധിക്കുന്നത്. തെറ്റ് ചെയ്തു, അവന് ശിക്ഷ കൊടുക്കുക, അത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ വെറുതെ വിടുക, അത് നീതിയുടെ ഭാഗമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മോട് നീതി കാണിച്ചു. ആ നീതിമാനായ ദൈവത്തിന് എങ്ങനെയാണ് നമ്മളോടുള്ള ബന്ധത്തിൽ ശിക്ഷിക്കാതെ ഇരിക്കുന്നത്? അതിനാണ് കൃപയെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ തെറ്റുകാരാണ്, കുറ്റക്കാരാണ്, പാപിയാണ്, ശിക്ഷാവിധിക്ക് യോഗ്യരായിരിക്കുമ്പോൾ ദൈവം നമ്മെ എന്താ ചെയ്യുന്നത്? ദൈവം നമ്മെ അവനിലുള്ള വിശ്വാസത്താൽ അവൻ നമ്മളുടെ ശിക്ഷകളെ മുഴുവനും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തവനെ പോലെ നമ്മളെ ആക്കി തീർത്തു. അവൻ നമ്മുടെ ശിക്ഷകളെ ശിക്ഷിക്കാതെ നമ്മെ വിടുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ന്യായമായി നമുക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധി, നമുക്ക് മരണം, ശിക്ഷ, ദൈവത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം മരണം, ആ മരണം ആസ്വദിക്കാതെ നമ്മെ ദൈവം എങ്ങനെ വിട്ടു? നമ്മളെ നീതിയോടെ വിടുകയാണ് ചെയ്യുക. അതാണ് ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. അത് ദൈവത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ക്വാളിറ്റിയാണ്. നീതിയും ദയയും, നീതിയും കരുണയും, നീതിയും ദൈവത്തിന്റെ കൃപയും ഒരുമിച്ച് പോകുന്നതാണ് ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവന്റെ നീതിമാനായിരിക്കുന്നു, അതോടൊപ്പം തന്നെ അവൻ കൃപ കാണിക്കുകയും ചെയ്യുന്നു. ദൈവം അതിന് ചെയ്തത് എന്താണ്? യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരം വരുത്തിയിട്ടാണ് നമ്മളെ വീണ്ടെടുത്തതെന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നീതിമാനായ ദൈവം തൻ്റെ വഴികളിലൊക്കെ അവൻ നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. എന്നിട്ട് അടുത്ത വാക്യം വായിച്ച് ശ്രദ്ധിക്കണേ. യഹോവ തന്നെ
തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, തന്നെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. ഒന്ന്, അവൻ്റെ വഴികളിൽ അവൻ നീതിമാനാണ്. രണ്ട്, അവൻ്റെ പ്രവൃത്തികളിൽ ദയാലുവാണ്. അവൻ ധാരാളം ദയ കാണിക്കുന്നു. മനുഷ്യവർഗത്തോട് അവൻ ദയ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെയും ജീവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഈ ഭൂമിയിലുള്ള ഈ കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ, ഒരാളെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം എന്താണ്? ആ ദൈവത്തെ എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? ആ ദൈവത്തെ നമുക്ക് എങ്ങനെ സേവിക്കാതിരിക്കാൻ കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏതാണ്ട് 500 കോടിയിൽ പരം ആൾക്കാർ ഈ ഭൂമുഖത്തിൽ നിന്നുണ്ട്. അതിൽ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. എന്നോട് ദൈവത്തിൻ്റെ കൃപ കാണിച്ചു. നിങ്ങളോട് ഓരോരുത്തരോടും ദൈവം കൃപ കാണിച്ചു. മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കുന്ന കൃപ നമ്മളുടെ അടുക്കൽ ദൈവം കാണിപ്പാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചത് എന്ത് ക്വാളിറ്റി നമ്മളിൽ കണ്ടുകൊണ്ടാണ്, എന്ത് ഗുണമാണ് നമ്മളിൽ കണ്ടത്. അതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നമുക്ക് എങ്ങനെ നമുക്ക് സേവിക്കാതിരിക്കാൻ കഴിയും? ആ ദൈവത്തെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയും? ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് എങ്ങനെ പ്രമാണിക്കാതിരിക്കാൻ കഴിയും? അവൻ എത്ര മഹാദൈവമാണെന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് പറയുകയാണ്, അവൻ സമീപസ്ഥനായ ദൈവവും കൂടെയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, അതായത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി ഹൃദയം തുറന്ന് പൂർണ്ണ ജാഗ്രതയോടെ അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായ ദൈവവും കൂടെയാണ്. അവൻ അവരുടെ അടുക്കയിരിക്കുന്ന ദൈവമാണ്, ദൂരസ്ഥനല്ല. അവൻ സമീപസ്ഥനായ ദൈവം തന്നെയാണ്. ഇസ്രായേൽ ജനങ്ങൾ ഒരിക്കൽ വിശ്വസിച്ചു, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ വഴികളിലുണ്ട്, ഞങ്ങളുടെ പെട്ടകം അവൻ്റെ കൂടെ കൊണ്ട്, വചനം ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ ശാസിച്ചുകൊണ്ട് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? യിരെമ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമോ, ഞാൻ ദൂരസ്ഥനായ ദൈവവും കൂടെയല്ലയോ? അവരുടെ ചിന്താഗതിയെ ഖണ്ഡിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്. എന്നാൽ ഇവിടെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. പ്രൈസ് ദി ലോർഡ്. തന്നെ സത്യമായി പൂർണ്ണ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവകളങ്കമില്ലാതെ, യാതൊരു ദൈവകളങ്കമല്ല, യാതൊരു കളങ്കവുമില്ലാതെ നിഷ്കളങ്കതയോടെ അവൻ്റെ വചനങ്ങൾ ആചരിച്ച് അനുസരിച്ച് അവനെ ബഹുമാനിച്ച് മാനിച്ച് അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും, പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും, പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം സമീപസ്ഥനാകുന്നു. അവരുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്, ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ദൈവമായിട്ടാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അവനെ നമ്മൾ എങ്ങനെ വിളിച്ചപേക്ഷിക്കണം? സത്യമായി വിളിച്ചപേക്ഷിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതാണ്, എൻ്റെ അടുക്കൽ ഇരിക്കണമേ. അവൻ ഒരു അമ്മ നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളോട് മുഖത്തു നോക്കി സംസാരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ സ്പർശിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഏറ്റവും കാര്യങ്ങൾ അറിയുന്ന, നമ്മുടെ സമീപസ്ഥനായിട്ടിരിക്കുന്ന ദൈവമാണ്. ഈവൻ ദ ഫ്ലാഷ് ഓഫ് തോട്ട്സ് വിച്ച് ഗോസ് ത്രൂ ഇൻ അവർ ഹാർട്ട്, അതുപോലും മനസ്സിലാക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിനകത്തുകൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളും ചിന്താശകലങ്ങളും മനസ്സിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, അവനെ നമുക്ക് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാനിടയായി തീരട്ടെ. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു, അടുത്ത വാക്യം പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്നു, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അവൻ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ. 20-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. അവൻ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ രക്ഷിക്കുകയും അവരെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം. നമ്മുടെ കണ്ണുനീർ, നമ്മുടെ നിലവിളി, ആ ശബ്ദം ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുമ്പോൾ, ആ ബർത്തിമായുടെ ശബ്ദം യേശുവിൻ്റെ കാതുകളിൽ എത്തിയപ്പോൾ യേശു അവിടെ നിന്നു, അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച ലഭിക്കണം പ്രഭു. നീ വിശ്വസിച്ചത് നിനക്ക് സംഭവിക്കട്ടെ, നീ കാഴ്ച പ്രാപിക്കുക എന്ന് യേശു പറഞ്ഞതുപോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ യേശു നമുക്ക് ചെയ്തു തരുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയാണ്.
നമ്മുടെ ശബ്ദം ദൈവത്തിൻ്റെ കാതുകളിലെത്തിയാൽ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ശബ്ദം കയറി ചെന്നാൽ, അത് കേട്ടാൽ, ദൈവം അത് കേട്ടാൽ, ശ്രദ്ധിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെയുള്ള നിലവിളിയെ ദൈവം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവം. പ്രിയമുള്ളവരെ, നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാളുകളായി ദൈവസന്നിധിയിൽ യാചിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുണ്ട്. എന്നാൽ സ്തോത്രം, പല വിഷയത്തിനും മറുപടിയില്ലാതെ നമ്മൾ ഭാരപ്പെടുമ്പോൾ, പലതിനും നമുക്ക് മറുപടിയില്ല. എന്നാൽ നമ്മൾ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് നമ്മുടെ പല പ്രാർത്ഥനകളും തടഞ്ഞു പോകുന്നു, ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നു, ദൈവം ഇറങ്ങി പ്രവർത്തിക്കാതിരിക്കുന്നു, ദൈവം ഇനാക്റ്റീവായിട്ട് എന്തുകൊണ്ടിരിക്കുന്നു, അവൻ അനങ്ങാതെ ഇരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നില്ല. എന്തൊരവസ്ഥയാണ്! നമ്മൾ ദൈവം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കാതെ ഈ ദൈവം ഇരിക്കുകയാണെങ്കിൽ എന്തൊരവസ്ഥയാണ്! നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കി. അവൻ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അവൻ നമ്മളെ നോക്കുന്നില്ല, അവൻ നമ്മളെ കാണുന്നില്ല. നമ്മൾ എത്രമാത്രം വിളിച്ചിട്ടും അവൻ്റെ മുമ്പിൽ ചെന്നിട്ടും അവൻ നമ്മളെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? എവിടെയാണ് കുറവെന്ന് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കണം. തിരുവചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും അവൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ അവൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ആദ്യമേ നിങ്ങളുടെ തെറ്റുകൾ പരസ്പരം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പിൻ, ഒരുവനോടൊരുവൻ ക്ഷമിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുക മാത്രമല്ല, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവനോട് ക്ഷമിപ്പിൻ എന്ന് പറയുന്നു. നമ്മൾ യാഗം കർപ്പിപ്പാൻ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ സഹോദരൻ നമ്മോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ, ആദ്യമേ നിന്റെ യാഗവസ്തു അവിടെ യാഗപീഠത്തിൽ വെച്ചിട്ട് ഒന്നാമത് പോയി അവരുടെ നിരന്നുകൊള്ളുക, പിന്നെ വന്ന് ഈ യാഗം അർപ്പിക്കുക. അതുപോലെ യാക്കോബിന്റെ സുവിശേഷത്തിൽ ലേഖനത്തിൽ നമുക്ക് ഇത് തന്നെ കാണാൻ കഴിയുന്നു. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന തടയുന്ന അവസ്ഥ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അകൃത്യമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ടെങ്കിൽ, അവിശ്വസ്തതയുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇവിടെ ദൈവം പറയുന്നത് എന്താണ്? തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കുന്നു, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ നമുക്ക് താഴ്ത്തി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനും ദൈവം മറുപടി നൽകി തരട്ടെ. അവൻ ആരാണ്? ഹീ ഈസ് ലിവിങ് ഗോഡ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഹീ ഈസ് എ റൈച്ചസ് ഗോഡ്. അവൻ നീതിയുള്ള ദൈവമാണ്. അവൻ നീതിമാനായ ദൈവമാണ്. അവൻ നമ്മുടെ അടുക്കലേ ഇരിക്കുന്ന ദൈവമാണ്. നമ്മളോട് ചേർന്നിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരാൻ കഴിയുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലായി വ്യാപരിക്കട്ടെ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ 600 കോടിയിൽ പരം ആൾക്കാർ ഈ ഭൂമുഖത്തുള്ളപ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ചതുപോലെ, നമ്മളെ മാത്രം കണ്ട് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിൽ നമ്മളെ വിടുവിച്ച്, നമ്മളെ രക്ഷിച്ച്, നമ്മളെ നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി തീർത്തു. സ്വർഗ സൗഭാഗ്യങ്ങൾക്ക് ഓഹരിക്കാരാക്കി തീർത്തു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾക്കും ഓഹരിക്കാരാക്കി തീർത്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുവല്ലോ. അത്രമാത്രം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ധാരാളമായി മാനിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ് കർത്താവേ. ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം കരുതണം. ദൈവം അവർക്ക് നീതിമാനായിരിക്കണം. കർത്താവേ, സ്തോത്രം, അവരോട് ചേർന്നിരിക്കണം. തൻ്റെ വഴികളിലൊക്കെ ദയാലുവായിട്ട് അവരോടുകൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം. ആകയാൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തോമസ് സാറിനെ കുടുംബമായി ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണം. തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. തൻ്റെ സുവിശേഷകരണത്തിനുള്ള താല്പര്യത്തിനായി സ്തോത്രം. അതിന് കൊടുക്കുന്ന നേതൃത്വത്തിനായി സ്തോത്രം. എല്ലാ വഴികളിലും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ദൈവം അനുഗ്രഹീയ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണം. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.